നമ്മുടെ കേരള അസോസിയേഷൻ അല്ലെങ്കിൽ മലയാളി കൂട്ടായ്മ ഇവിടെ ആഘോഷങ്ങളും ഒത്തുചേരലുകളും തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. പിന്നിട്ട വഴികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളും മുന്നേറ്റങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കെട്ടിലും മട്ടിലും ആഘോഷങ്ങളിലും നമ്മുടെ ആഘോഷങ്ങളുടെ വലുപ്പത്തിലും അതിന്റെ നിലവാരത്തിലുമെല്ലാം നമ്മൾ വളരെ ഉയർന്നു കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും വളരെ കുറച്ചു പേർക്കെങ്കിലും ഈ മലയാളി കൂട്ടായ്മ അല്ലെങ്കിൽ കേരള അസോസിയേഷൻ അതിന്റെ ആവശ്യകത എന്ത് എന്ന് സംശയമുള്ളതായി അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പലരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില ഉത്തരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തില്. അതിനെ ഞാൻ പറയുന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ്. പ്രസിദ്ധനായിട്ടുള്ള ആംഗലേയ സാഹിത്യകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് നോബൽ സമ്മാനം നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ. 1952 ഇറങ്ങിയ ഒരു കഥയാണത്. ആ കഥയുടെ കഥാസാരം എങ്ങനെയാണ്? ഒരു അല്പം പ്രായം ചെന്ന മുക്കുവൻ അദ്ദേഹത്തിന് മീൻ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് എന്ന് തന്റെ സുഹൃത്തുക്കൾ വിലയിരുത്തിയ ഒരു മനുഷ്യനായിരുന്നു അത്. അദ്ദേഹത്തിന് തന്റെ കഴിവ് തെളിയിക്കണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം തന്റെ വള്ളവും എടുത്ത് ആഴക്കടലിലേക്ക് മത്സ്യം പിടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മത്സ്യം പിടിക്കാനായിട്ട് ആഴക്കടലിലേക്ക് പോയി അദ്ദേഹം ചൂണ്ടയിട്ടു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വലിയ മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി. പക്ഷെ ആ മത്സ്യം അദ്ദേഹത്തെയും വള്ളത്തെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ മത്സ്യത്തിൽ അധിഷ്ഠിതമാണ് തന്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയ മുക്കുവൻ ആ മത്സ്യത്തിന് ആ ചൂണ്ട അയച്ചു കൊടുത്തുകൊണ്ട് അതിന് മുന്നോട്ട് വിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ 3 ദിവസത്തോളം ഈ മത്സ്യം ഇടയ്ക്കിടയ്ക്കെല്ലാം അദ്ദേഹം തന്റെ വാളെടുത്ത് മത്സ്യത്തെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസത്തോളം ഈ മത്സ്യവുമായിട്ടുള്ള മൽപ്പിടുത്തം അദ്ദേഹം നടത്തിയെന്നാണ് കഥ പറയുക. ഒടുവിൽ ആ മത്സ്യം കീഴടങ്ങി, അത് അവശനായി, അത് ചത്തു. അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് സാന്റിയാഗോ എന്നാണ് ഈ മുക്കുവന്റെ പേര്. ഈ മുക്കുവൻ മത്സ്യത്തെ തന്റെ വള്ളത്തോട് വലിച്ച് കെട്ടി. അദ്ദേഹത്തിന്റെ വള്ളത്തിലേക്ക് വലിച്ച് കയറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു, അത്രയ്ക്ക് ഭാരമുള്ള മത്സ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം വള്ളത്തിന്റെ പുറകിൽ അതിനെ വലിച്ചു കെട്ടി അദ്ദേഹം സന്തോഷത്തോടുകൂടി വള്ളത്തിന്റെ പായ്ക്കപ്പൽ ഉയർത്തി തീരത്തേക്ക് കുതിക്കുകയാണ്. 3 ദിവസത്തെ ഈ അധ്വാനത്തിന്റെ ക്ഷീണത്തിൽ അദ്ദേഹം വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. എവിടെയോ വള്ളം വന്ന് തട്ടി നിൽക്കുന്ന ഒരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിയുണർന്നപ്പോൾ അദ്ദേഹം കണ്ടത് സ്വന്തം തീരത്ത് അദ്ദേഹം എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പെട്ടെന്ന് തന്നെ വള്ളം കെട്ടി കുറ്റിയിൽ കെട്ടി പുറകിൽ കെട്ടിയിരിക്കുന്ന വലിയ മത്സ്യത്തെ വലിച്ച് അദ്ദേഹം കരയിലേക്ക് കയറ്റി. പക്ഷേ അദ്ദേഹത്തെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായത്, അദ്ദേഹം വലിച്ചു കയറ്റിയത് ഒരു മത്സ്യത്തെ ആയിരുന്നില്ല, ഒരു മത്സ്യത്തിന്റെ അസ്ഥികൂടമായിരുന്നു. ആ തിരിച്ചുള്ള യാത്രയിൽ സ്രാവുകളും മത്സ്യങ്ങളും ആ മത്സ്യത്തിന്റെ മാംസമെല്ലാം തിന്ന് അതൊരു അസ്ഥികൂടം മാത്രമാണ് അദ്ദേഹത്തിന് കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. ഞാനിതിനെ ഉപമിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തോടും നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സാഹചര്യത്തോടും നമ്മൾ ഒരു പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന സാഹചര്യത്തോടുമൊക്കെയാണ്. നാട്ടില് നമ്മളെല്ലാം ഒരു പക്ഷേ UK-യിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലൊക്കെ പോയി പണമുണ്ടാക്കിയ ആളുകളുടെ ഇടയിൽ ജീവിക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പണമുണ്ടാക്കാനായിട്ട് ദൂരേക്ക് ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ. ഈ വലിയ മത്സ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനായിട്ട് ലാഭകലില്ലാതെ, കുട്ടികളില്ലാതെ, അല്ലെങ്കിൽ ഫാമിലിക്ക് സമയം കൊടുക്കാതെ, ഉറങ്ങാൻ സമയം കൊടുക്കാതെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ വലിയ മത്സ്യം, പണമെന്ന ഈ വലിയ മത്സ്യത്തെ പിടിക്കാനായിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മാംസമാണ്. നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ കഴിവുകളാണ്. നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. നമുക്ക് നഷ്ടമാകുന്നത് നമ്മൾ എപ്പോഴൊക്കെയോ നമ്മൾ സമ്പാദിച്ച, എപ്പോഴൊക്കെയോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ പലവിധ ടാലന്റുകളാണ്. അത് നഷ്ടപ്പെടാതെ ഒരു പച്ച മനുഷ്യനായിട്ട് നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമുക്കിവിടെ ഒരു സാമൂഹ്യ ജീവിതം വേണം. അതിനാണ് ഈ കൂട്ടായ്മ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിലുപരിയായിട്ട് നമ്മുടെ കുട്ടികൾ വളരുന്ന ഈ സാഹചര്യം, ഈ സംസ്കാരത്തിന്, സ്വാതന്ത്ര്യത്തിന്റെ ഏതറ്റം വരെയും പോകാൻ അനുവദിക്കുന്ന ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ അവരെ പ്രതീക്ഷിക്കുന്ന
അങ്ങനെയൊന്നുമല്ലാത്ത നമ്മുടെ തനതായ കേരള ശൈലിയിൽ അവരെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം അവർക്ക് ചുറ്റുമുണ്ട് എന്നുള്ള ബോധ്യം അവരെ നല്ലവരായിട്ട് വളർത്താൻ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമൂഹമാണ് നമ്മൾ. ഈ സമൂഹത്തിന് കുട്ടികളെ മാത്രമല്ല കുടുംബ ബന്ധങ്ങളെ വരെ നിലനിർത്താനായിട്ടുള്ള ശക്തിയുണ്ട്. സമൂഹത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. സമൂഹ ശക്തി കൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും എല്ലാം നിലനിർന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് ഇതിന് കണ്ടെത്താൻ കഴിയും. ഈ കൂട്ടായ്മ നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ കേരള അസോസിയേഷൻ അല്ലെങ്കിൽ ഈ മലയാളി കൂട്ടായ്മ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ, എനിക്ക് ബോധ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിന്റെ ജനറൽ ബോഡി മീറ്റിങ്ങുകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം. ആകെ നമുക്ക് ആഘോഷങ്ങളിൽ മാത്രമേ വ്യക്തികളെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയത്തിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഇവിടെ പറയേണ്ടത് വന്നത്. അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിങ്ങുകളിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ സാന്നിധ്യം, അതാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളുടെ പ്രസൻസ് ജനറൽ ബോഡി മീറ്റിങ്ങുകളിലാണ്. ഇനിയും അസോസിയേഷൻ വലിയ ആഘോഷങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ അതിലുപരിയായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് പ്രയോജനം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമ്മുടെ പദ്ധതികളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും പല സ്കില്ലുകളുമായിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അവർക്ക് നാട്ടിലുള്ള സ്കില്ല് എങ്ങനെ നമ്മുടെ ന്യൂസിലൻഡ് സ്കില്ലുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്ന് പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. അതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ എടുക്കാനായിട്ട് ഉദ്ദേശങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഹെവി ഡ്രൈവിംഗ് സ്കില്ല് നാട്ടിലുള്ള ആളുകൾക്ക് ഇവിടുത്തെ ഹെവി ഡ്രൈവിംഗിലേക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അസസ് മണവാട്ടു റേഡിയോ ആണ്. അത് AM-ലുള്ള 999 AM റേഡിയോ ചാനലാണ്. അവര് നമുക്ക് വീക്കിലി ഒരു ഹാഫ് ആൻ അവറെങ്കിലും അരമണിക്കൂറെങ്കിലും നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കാനായിട്ടുള്ള ചില അവസരങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. അതിന് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ പിന്തുണ വേണം. അതിന് ഇത് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഈ അസോസിയേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് നല്ല രീതിയിൽ തുടർന്ന് സഹകരിക്കുക. ഇതിന്റെ നേതൃത്വങ്ങൾ മാറി മാറി വന്നാലും ആരൊക്കെ ഇതിനെ നയിച്ചാലും ഇത് നമുക്ക് വേണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത പരിപാടികളിലും ഇതിന്റെ ജനറൽ ബോഡി മീറ്റിങ്ങുകളിലും ഇതിന്റെ ക്ലാസ്സുകളിലും എല്ലാം പങ്കെടുത്ത് ഇത് ഉപകാരപ്രദമാക്കിയിട്ടുള്ള ഒന്നാക്കി മാറ്റാൻ